ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ചെറിയൊരു പാർട്ടി മെനു ഐഡിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ആക്കി നോക്കാൻ പറ്റിയ ഒരു 3-4 റെസിപ്പീസ്. അപ്പോൾ ഒരു 2-3 ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു ബാർബിക്യൂ സോസ് ഫുൾ ചിക്കൻ അതായത് ഹോൾ ചിക്കൻ ബാർബിക്യൂ സോസാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് ഇതേ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആളൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഗാർലിക് പൗഡർ, കുറച്ച് ഒനിയൻ പൗഡർ, പെപ്പർ, സോൾട്ട്, പിന്നെ പാപ്രിക്ക. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുക. പിന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് അതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരും. അപ്പോൾ ആളുടെ മേത്ത് നന്നായിട്ട് അതൊന്ന് തിരുമ്മി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ഒരു ½ ആൻ അവർ വെച്ചാലും മതിയാവും. ഞാനിത് തലേ ദിവസം അതായത് 2 ദിവസം മുമ്പ് തന്നെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനിയുള്ളൊരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർബിക്യൂ സോസ് ഉണ്ടാക്കുക. നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക, എന്നിട്ട് ആ ബാർബിക്യൂ സോസിൽ മിക്സ് ചെയ്തെടുക്കുക. അത്രയും പണിയുള്ളൂ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഈ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാം നമ്മുടെ കിച്ചൺ ടേൽസ് ബൈ നീതു എന്നുള്ളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ ഒരു ഭയങ്കര ഫാനാണ് കേട്ടോ. അവരുടെ എല്ലാ ഡിഷസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമൽ ഡിഷസിനേക്കാളും കോണ്ടിനെൻ്റൽ സാലഡ്സ് അതിനൊക്കെയാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യണത്. അപ്പോൾ എനിക്കും അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിലുണ്ടാക്കി കഴിയണേക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ഒരു സ്പൈസി ചിക്കൻ കറിയാണ് അടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പെപ്പർ ഇത്രയും സാധനങ്ങൾ മതിയാവും. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു ½ ആൻ അവർ വെക്കുക. സൺഫ്ലവർ ഓയിൽ ഒന്നും യൂസ് ചെയ്യരുത്. ഇത് നാടൻ ഒരു സ്പൈസി ചിക്കൻ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡ്രൈ ഫ്രൈ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. അപ്പോൾ അതിന് ശേഷം അപ്പോൾ അതെന്തായാലും ഞാനൊരു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് വേണ്ട നമ്മുടെ സവാളയും തക്കാളി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുണ്ടാക്കാൻ കാരണം 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും സവാള കാര്യങ്ങളൊന്നും ഇങ്ങനെ കിടക്കുന്നത് ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല ചിക്കൻ കറിയുടെ കൂടെ. അപ്പോൾ നല്ല ഫൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. മാത്രമല്ല അത് പേസ്റ്റാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കറി കളറ് ഒരു ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ഒരു ബ്ലാക്ക് കളറോടാണ് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ. റെഡ് കളറാണെങ്കിലും ഇവിടെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു കളർ കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് സ്പൈസി ആയിപ്പോയി. പിള്ളേർക്കാണെങ്കിൽ ഇത്രയും ഒരു സ്പൈസിയുടെ ആവശ്യമില്ല. അങ്ങനെയാണ്. പക്ഷെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. വേറൊരു വെറൈറ്റി ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ എന്തായാലും ഇതേ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക, കാരണം നമുക്കിതിന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണെങ്കിൽ ഒരു 4 ഒനിയൻ വേണ്ട വരും. അപ്പോൾ അന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാനുള്ള നമ്മുടെ ചോറും ദേ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഞാൻ കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ ടേബിളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യണേ കേട്ടോ. അല്ലാതെ എല്ലാ റെസിപ്പിയും കൂടി എനിക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് ഒരു ദിവസം ചെയ്യാനുള്ളത് ഇല്ല. മാത്രമല്ല എൻ്റെ അസുഖവും മാറി വരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഇഞ്ചക്ഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡേ കൊണ്ടൊന്നും ഉണ്ടാക്കി തീരാനായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഓരോ ദിവസം ഓരോ റെസിപ്പീസ് ഉണ്ടാക്കുന്നു, അത് ഫ്രീസറിലേക്ക് വെക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഇനി അടുത്തത് തക്കാളിയും പച്ചമുളകും കൂടിയാണ് ഇടാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി അത് പാൻ ഓണാക്കി അതിലേക്ക് ഇട്ട് ആ ഒരു അരച്ച പേസ്റ്റ് നന്നായി അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ ഒരു 4 സംഭവങ്ങളും കൂടി ഇട്ട് നമ്മളുടെ അരച്ച മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാലോ കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ കറിവേപ്പില, എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഹാഫ് കുക്കായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കറി ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു കളറുണ്ട്. ആ കളറാണ് എന്നെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്തത് കേട്ടോ. ടേസ്റ്റിലും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ഗരം മസാല ഇട്ട് കൊടുത്തത്.
അങ്ങനെ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വേണ്ട, കാരണം നല്ല പേസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് തന്നെ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതല്ലെങ്കിൽ കറിയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവറും ഇതൊക്കെ മാറിപ്പോവും. കറിയുടെ കളറ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കും നമ്മുടെ ആ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ കറിക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ പിടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് വറുത്ത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകവും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന്. എന്നിട്ട് വെള്ളം നന്നായിട്ട് ചൂടായി തിളച്ച് തുടങ്ങണ സമയത്ത് നമ്മൾ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കൂലേ, അതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഞാൻ ഒരുപാട് പൊടിയൊന്നും എടുത്തിട്ടില്ല, ആവശ്യത്തിന് വളരെ കുറച്ച് മാത്രം. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് അതൊന്ന് ആവിയേറ്റി എടുക്കണം. അതാണ് കേട്ടോ പിടി. എന്നിട്ട് ആവിയേറ്റി എടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് നഗറ്റ്സ് നമ്മുടെ ഗ്രാൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ അത് മക്കൾക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ മഗ്‌രിബിന് ശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എഗെയിൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പിടിയൊക്കെ ഇതേ ആവിയേറ്റാൻ വേണ്ടിയിട്ട് ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വാനില കേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേ മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്ക് അത്യാവശ്യം ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തതെങ്കിലും സെൻറ്റർ പോർഷൻ ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഞാൻ 10 മിനിറ്റ്സ് വെച്ചു. അതിനുശേഷവും പിന്നെയും 10 മിനിറ്റ്സ് വെച്ചെങ്കിലും ആ ഒരു വേവാത്ത പോർഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കേക്കിൻ്റെ റെസിപ്പി ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു റെസിപ്പി ഞാനൊരു ഷോർട്സിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി എന്ന് മാത്രം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് സൈഡൊക്കെ എന്തായാലും പെർഫെക്റ്റ് ആയതുകൊണ്ട് ആ ഒരു വേവാത്ത പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള പോർഷൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ടോപ്പിംഗ് ആയിട്ട് വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് അതും കൂടി ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു. ഫസ്റ്റ് ഡേ പിള്ളേർക്ക് കൊടുത്തപ്പോൾ ആ ഒരു മുകളിലത്തെ ടോപ്പിംഗ് അവർക്ക് വേണ്ട, അതെനിക്കിഷ്ടമല്ല, നോർമൽ സാധാ കേക്ക് മതിയായിരുന്നു, അതായത് ആ ഒരു വാനില കേക്ക് മാത്രം മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഫുൾ പരാതിയായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ആ ഒരു കേക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് അതങ്ങോട്ട് സോക്കായിട്ട് ഭയങ്കര റിച്ച് ടേസ്റ്റായിരുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ആ കേക്ക് തീർന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു സമയത്ത് പിള്ളേർ വേണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഇടിയായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ലൊരു റെസിപ്പിയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. ദെൻ അഗെയിൻ പിടിയൊക്കെ സെറ്റായി വന്നതിന് ശേഷം തേങ്ങാപ്പാലൊക്കെ എടുത്ത് അതിലേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് കുറുകി വരും. ഞാൻ ഓരോ ടൈം പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഓരോ റെസിപ്പിയിലേക്കും കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചല്ല, ഞാൻ പല പല സമയങ്ങളിലായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫൈനലി ഞാൻ ടേബിൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വിചാരിച്ചത് ഒരുപാട് ദിവസം പഴകിയ ഫുഡോ കാര്യങ്ങളോ ഒന്നുമല്ല, വിതിൻ 2 ഡേയ്സിൽ ഉണ്ടാക്കിയ ഒരു പാർട്ടി മെനു ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോൾ ചിക്കൻ ഒരു 1 ഡേ ഫ്രിഡ്ജിൽ എന്തായാലും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇത് ചിക്കൻ വെച്ച് കൊടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആളുടെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചില്ലെങ്കിലും കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ആ ഒരു മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക്. പക്ഷേ സെൻറ്റർ പോർഷൻ വെന്തിട്ടില്ല കേട്ടോ. നമ്മൾ കൈ വെച്ച് തൊട്ടപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു വെള്ളത്തിലിരുന്ന് അടച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു 30 മിനിറ്റോളം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് അതിൻ്റെ ഗ്രേവി ഇറങ്ങും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്. അതിലാണ് നമ്മൾ ബാർബിക്യൂ സോസ് ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ അതെന്തായാലും പിറ്റേ ദിവസം രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വേവിച്ച് എടുത്ത് വെച്ചിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ, പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും ദിവസം പനിയൊക്കെ ആയതുകൊണ്ട് പുറലോകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാസിബിനെയൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഷാർജയിലുള്ളൊരു പാർക്കിൽ വന്നതാണ്. പിള്ളേർക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ, അൽജാദ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കുറേ കളിക്കാനുള്ള ഏരിയ ഉണ്ട്. കൂടുതലും സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആളുകൾ അവിടെ വരുന്നത്. അപ്പോൾ ഹംദാനും സ്കേറ്റിംഗ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളും അവിടെയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഹാസിമും ഇപ്പോൾ ഉഷാറായിട്ടാണ്. ആൾക്ക് ലാസ്റ്റത്തെ ആൻറ്റിബയോട്ടിക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നാൾ കണ്ടിന്യൂസ് ചുമയൊക്കെ ആയിട്ട് ആൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴാണെങ്കിലും ആളിതേ പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. നല്ലൊരു റിച്ച് ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ദിവസം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. 9 മണി ആയിട്ടുള്ളൂങ്കിലും നല്ല തണുപ്പാണ് ഈ ഒരു സമയത്ത്. സത്യം പറഞ്ഞാൽ ഹാസിമിനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. മാത്രമല്ല ഡോക്ടർ ഒരു 1 വീക്ക് പുറത്തേക്ക് ഇറങ്ങരുതെന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അസുഖം ഇനിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ് വിൻ്റർ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫ്ലാറ്റിൽ കുറച്ച് ദിവസങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മുഷിപ്പാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. ഈവൻ ബാൽക്കണി ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിള്ളേർക്കും സത്യം പറഞ്ഞാൽ ഒരു റിലാക്സായി എന്തായാലും ഇവിടെ വന്നപ്പോൾ. അവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഇത് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു എൻട്രൻസ് ഏരിയ ആണ്. ഇനി ബാക്കിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബാക്കിലേക്ക് നടന്നു പോയി. ഈ പോകുന്ന വഴിക്കൊക്കെ കുട്ടികൾക്ക് സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട്. നല്ല എക്സ്പേർട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്കൂടെ സ്കേറ്റ് ചെയ്ത് ഇങ്ങനെ പോവും. നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാനായിട്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് കളിക്കുന്ന ഒരു ഏരിയയും കൂടി ഉണ്ട്. അവിടെ ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ. വേഗം ഞാൻ ഹാസിമിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അതല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ഫൗണ്ടെയിൻ്റെ പല പല കളറുകൾ കണ്ടിട്ട് ആൾ കുറച്ച് നേരം ഒന്ന് അന്തം വിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ താഴേക്ക് പോയി അവിടെയുള്ള റൈഡിലൊക്കെ കയറി. ആൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ടാണോ എന്ന് അറിയില്ല, പ്ലേ സ്കൂളിലാണെങ്കിലും പോയിട്ട് ഇപ്പോൾ 2 വീക്സ് ഒക്കെ ആയി. ഇവിടെയുള്ള എല്ലാ റൈഡുകളിലും ആൾ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 10:45 വരെ എന്തായാലും അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പാർക്കിൽ താഴെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. മണ്ണോ കാര്യങ്ങളോ ഒന്നും അല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റും. വാസലിലാണെങ്കിൽ താഴെ മണ്ണായതുകൊണ്ട് തന്നെ ആസിമ് പിന്നെ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. എത്ര കളിച്ചാലും നമ്മുടെ കുട്ടികൾക്ക് അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആവില്ല. നല്ല ഫ്രീ ആയിട്ട് കളിക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹാറൂനും ആസിമിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചതിന് ശേഷം ഞങ്ങളിതേ അവിടെ നിന്ന് പോരുകയാണ്. സമയം കഴിയുന്തോറും തണുപ്പ് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളി കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു. എല്ലാ ദിവസവും രാത്രി എന്തെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരീസോ വെച്ച് കണ്ടിരിക്കുന്ന പരിപാടി ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഒരു 12:30 വരെ മാക്സിമം ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ കിടക്കും. ഇപ്പോൾ സുബിയൊക്കെ ഭയങ്കര വൈകിട്ടാണ്, 6:30-ക്കൊക്കെയാണ് കേട്ടോ സുബി വരുന്നത്. രാത്രി ഒരുപാട് സമയമുണ്ട്, പകൽ ഭയങ്കര കുറവുമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മുടെ ഹോൾ ചിക്കൻ വേവിച്ച് വെച്ചു. അവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വെള്ളത്തിൽ തന്നെയാണ് ബാർബിക്യൂ സോസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ ചിക്കൻ എടുത്തിട്ട് വേറൊരു പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലയിലേക്ക് ആദ്യം നമ്മൾ ഒഴിക്കുന്നത് 2 കപ്പോളം സോയാ സോസാണ് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണോളം മസ്റ്റാർഡ് സോസ്, പിന്നെ ഒരു 1/4 കപ്പ് ഷുഗർ എത്രത്തോളം വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ചിക്കൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഷുഗറിൻ്റെ എമൗണ്ട് കുറയ്ക്കാം. ബ്രൗൺ ഷുഗറാണ് ഏറ്റവും നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നോർമൽ ഷുഗർ യൂസ് ചെയ്യാം. കാരണം നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗറാണ് എപ്പോഴും ബെസ്റ്റ് കേട്ടോ. പിന്നെ ആപ്പിൾ സിഡാർ വിനീഗർ ഒരു 1/4 കപ്പിന് താഴെ ഒഴിക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതൊരു സോസ് പരുവത്തിൽ വരും. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ കുറച്ച് പുളിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് വിനീഗർ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അതല്ല നമുക്ക് ഷുഗറാണ് വേണ്ടതെങ്കിൽ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റ് പോലെ എന്താണോ വേണ്ടത് അതനുസരിച്ച് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മുടെ ടേസ്റ്റൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ സോസ്, ഹോൾ ചിക്കൻ ഇൻ ബാർബിക്യൂ സോസ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വീറ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ
നല്ല ടേസ്റ്റായിരുന്നു. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരുപാട് സ്വീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല മത്ത് പിടിക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ, കുറച്ച് സ്പൈസി ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടും നമുക്ക്. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ സോസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുക്കിനി റോളാണ്. സുക്കിനി ഞാൻ എൻ്റെ ലൈഫിൽ വാങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വലിയ ടൈപ്പ് സുക്കിനി തന്നെ വാങ്ങിക്കണം കേട്ടോ, അതാണ് നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്പിനാച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പാലക്കാണ് വാങ്ങിയത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഏത് സ്പിനാച്ചാണെന്ന് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ബേബി സ്പിനാച്ചാണോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ നാടൻ ചീരയാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഓപ്ഷനിൽ പാലക് ചീരയാണ് വാങ്ങിയത്. അപ്പോൾ സുക്കിനി റോളിലേക്കുള്ള ഫില്ലിങ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ചീര ചെറുതായിട്ട് കട്ട് ചെയ്തത്, തണ്ടൊട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നമുക്ക് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ലീഫ് മാത്രം എടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയായി വരും. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ദിൽ ലീവ്സാണ്. ദുബായിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ദിൽ ലീവ്സ്. നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴാണ് നമുക്കിതിലേക്ക് ചീസുകളൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പെപ്പറും മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സുക്കിനി നമ്മൾ കത്തി വെച്ചിട്ടൊന്നും കട്ട് ചെയ്തിട്ടാ, അത് നമ്മുടെ പീലർ ഉണ്ടല്ലോ, വെജിറ്റബിൾ പീൽ ചെയ്തെടുക്കുന്ന സംഭവം, തൊണ്ട് കളഞ്ഞെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പീൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ടുള്ള സുക്കിനി കിട്ടും. എന്നാലാണ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ നോർമലായിട്ട് കട്ട് ചെയ്ത് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കുക ഒരു പ്ലേറ്റിൽ. എന്നിട്ട് ഇത് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലും ഒലിവ് ഓയിൽ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹാർഡായിട്ട് നിൽക്കും, പൊട്ടിപ്പോവും കേട്ടോ. അങ്ങനെ അതേ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 180 ഡിഗ്രിയിൽ ഒരു 6 to 7 മിനിറ്റ്സ് അത്ര മതിയാവും. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സുക്കിനിയ വാങ്ങിയിട്ടുള്ളൂവെങ്കിലും അത്യാവശ്യം റോൾ ഉണ്ടാക്കാനുള്ള പീസുകൾ ഉണ്ടായിരുന്നു, ഒരു 7-8 ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ അതിൻ്റെ ഫില്ലിങ്ങിലുള്ള മസാലയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസാണ് കേട്ടോ ആദ്യം ആഡ് ചെയ്യുന്നത്. ക്രീം ചീസും പിന്നെ ഫെറ്റ ചീസും, ഈ ഒരു 2 ചീസാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫെറ്റ ചീസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ബ്രെഡിലാണെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അത് ഭയങ്കര റിച്ചാണ് കേട്ടോ ഫെറ്റ ചീസ്. ഇതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി, അതേപോലെ സുക്കിനിയും റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി സുക്കിനിയുടെ അകത്തേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ട് അതിൽ വെച്ച് ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് ഇറങ്ങി തിരിച്ചത് കൊണ്ട് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടൊമാറ്റോ കുക്കറിലിട്ടിട്ട് ഞാനൊരു വിസിലടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് വരും. അപ്പോൾ നമുക്കതിൻ്റെ തൊണ്ടൊക്കെ എല്ലാം കളഞ്ഞെടുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് തിക്കനാക്കി എടുക്കണം, ടൊമാറ്റോ പേസ്റ്റ് ആക്കി എടുക്കണം. അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഷുഗറും സോൾട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ പെപ്പർ അതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഏത് പാനിലാണോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിലാദ്യം ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ റോള് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ ഏതെങ്കിലും മൊസറല്ല ചീസോ ഏതെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇക്കാക്ക് രാവിലെ നമ്മുടെ പിടിയും സ്പൈസി ചിക്കൻ കറിയാണ് കേട്ടോ കൊടുക്കുന്നത്. അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിടിയുടെ കൂടെ ചിക്കൻ കറി നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് തന്നെ നല്ലത്. നമ്മുടെ ടൊമാറ്റോ പേസ്റ്റൊക്കെ അതേ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഏറ്റവും താഴെ ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ റോളൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒരു 10 to 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അത്രേ പരിപാടിയുള്ളൂ. ഞാനിത് ഉണ്ടാക്കിയതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് 2 ഐറ്റംസാണ്. ഒന്ന്
ചിക്കനും ബാർബിക്യൂ സോസും അതേപോലെ ഈ സുക്കിനി റോളും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ചീസും സംഭവങ്ങളൊക്കെ വരുന്ന ആ ഒരു ടൊമാറ്റോ പേസ്റ്റ്, ആ ഒരു മിക്സിങ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അതേപോലെ എന്തെങ്കിലും പാർട്ടിക്ക് നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ടേബിളിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ രാവിലെ എഴുന്നേറ്റ് ഓരോ പരിപാടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള ഐറ്റംസ് എല്ലാം ഞാൻ ടേബിളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരു പ്ലെയിൻ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ലഞ്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ എല്ലാവരും കഴിച്ചത്. ഇക്ക രാവിലെ ഫുഡ് കഴിച്ചിട്ട് ആൾ പോയി. രാത്രിയാണ് കേട്ടോ ഇക്ക കഴിച്ചത്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി സെറ്റ് ചെയ്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് കുറച്ച് സ്ട്രോബെറി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് കേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ തലേദിവസം പിള്ളേർക്ക് കേക്ക് കൊടുത്തപ്പോൾ ഉമ്മി വിപ്പിംഗ് ക്രീം ഒഴിക്കണ്ടായിരുന്നു, ഞങ്ങൾക്ക് നോർമൽ കേക്ക് മതിയായിരുന്നു, എന്തിനത് ഒഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ബഹളം വരുന്നു കേട്ടോ. പക്ഷെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് സോക്കിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സെക്കൻഡിനുള്ളിൽ കേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ഈ പറഞ്ഞോണം ആരുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഹാറൂനെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പിന് ചോദിച്ചേക്കണത്. എന്തായാലും ഹംദാൻ എടുക്കണേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഹാറൂൻ എടുത്തു തരും. അപ്പോൾ ഹാസിം ഇതെന്താന്ന് ഓരോന്നിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും സുക്കിനി റോളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ കൊതിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് കഴിച്ചത് സത്യം പറഞ്ഞാൽ അതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ അല്ലെങ്കിൽ ഗീ റൈസും ബീഫും അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ കുറച്ചൊക്കെ ഒരു വെറൈറ്റി എടുക്കുന്നത് വളരെ നല്ലതാണല്ലോ. സുക്കിനി ഞാനപ്പോൾ ആഗ്രഹിച്ച അതേ ഒരു ടേസ്റ്റി തന്നെ സംഭവം വന്നു. അങ്ങനെ ഞാൻ ഇരുന്നിരിപ്പിനൊരു 2-3 റോൾ അകത്താക്കി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പാർട്ടി മെനു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസാണ്. കേക്കിൻ്റെ റെസിപ്പി ഏതെങ്കിലും ഒരു നോർമൽ വാനില കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം മുകളിൽ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും ഒക്കെ ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും മുകളിൽ വെച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് സ്ട്രോബെറി ഉണ്ടായതുകൊണ്ട് അതങ്ങനെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. ഹാസിമിന് സ്ട്രോബെറി മാത്രം മതി. പിന്നെ ഞാൻ എന്താ കഴിക്കണേന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ തൂങ്ങി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ഉള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് നാട്ടിലെ ലുലു മാളിലാണെങ്കിലും കിട്ടും. ഗൾഫിലുള്ളവർക്ക് പിന്നെ ഏത് ഷോപ്പിലാണെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.